കടലോരത്തെ ഒരു ചെറിയ കുടിലിൽ ജോസഫും അവന്റെ 8 വയസ്സുകാരി മകൾ പൊന്നുവും താമസിച്ചിരുന്നു. ജോസഫ് ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. കടലിൽ പോയി മീൻ പിടിച്ച് അത് തലയിൽ ചുമന്ന് ചന്തകളിൽ കൊണ്ടുപോയി വിറ്റാണ് അവൻ ജീവിച്ചിരുന്നത്. ജീവിതം വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. വറുതിയും പട്ടിണിയും കാരണം ജോസഫിന്റെ ഭാര്യ അവരെ ഇട്ടിട്ടു പോയിരുന്നു. അമ്മയില്ലാത്ത ആ വീട്ടിൽ പൊന്നു ഒരമ്മയെപ്പോലെ പെരുമാറി. അപ്പച്ചൻ കടലിൽ പോകുമ്പോൾ അവൾ വീട് വൃത്തിയാക്കും, അലക്കും. ചന്തയിൽ പോയി കിട്ടുന്ന തുച്ഛമായ പണം കൊണ്ട് പച്ചക്കറികൾ വാങ്ങി അപ്പച്ചന് സ്വാദിഷ്ടമായ ഭക്ഷണമുണ്ടാക്കും. 8 വയസ്സേ ഉള്ളുവെങ്കിലും ആ വീട്ടിന്റെ ഭാരം മുഴുവൻ ചുമലിലേറ്റിയ ഒരു കൊച്ചു മാലാഖയായിരുന്നു അവൾ. ഈസ്റ്റർ വന്നെത്തി. കരപ്പുറത്തെങ്ങും ആഘോഷത്തിന്റെ തിരക്കിലാണ്. എല്ലായിടത്തും പുത്തൻ വസ്ത്രങ്ങളും നല്ല ഭക്ഷണത്തിന്റെ മണവും നിറഞ്ഞുനിന്നു. ജോസഫിന്റെ വീട്ടിൽ മാത്രം ആഘോഷങ്ങളൊന്നുമുണ്ടായിരുന്നില്ല. ഇത്തവണ കടലിൽ മീൻ കുറവായതുകൊണ്ട് അവർക്ക് പുതിയ വസ്ത്രങ്ങൾ വാങ്ങാനോ നല്ല ഭക്ഷണം കഴിക്കാനോ പണമില്ലായിരുന്നു. ഈസ്റ്റർ തലേന്ന് രാത്രി ജോസഫ് കടലിൽ നിന്ന് വെറും കൈയോടെ തിരിച്ചെത്തി. അവന്റെ മുഖത്ത് വലിയ സങ്കടമുണ്ടായിരുന്നു. പൊന്നു അവനെ ആശ്വസിപ്പിച്ചു. സാരമില്ല അപ്പച്ച, നാളെ ഈശോ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസമല്ലേ, അവിടുന്ന് നമ്മളെ സഹായിക്കും. നമുക്ക് നാളെയും കടലിൽ പോകാം. അടുത്ത ദിവസം രാവിലെ ഈസ്റ്റർ ദിനത്തിൽ ജോസഫും പൊന്നുവും ഒരുമിച്ച് കടലിൽ പോയി. അവരൊരു വലിയ മീൻ പിടിച്ചു. ജോസഫ് അത് തലയിൽ ചുമന്ന് ചന്തയിലേക്ക് നടന്നു. പൊന്നുവും കൂടെ പോയി. ചന്തയിൽ പോയി മീൻ വിറ്റ് കിട്ടിയ പണം കൊണ്ട് അവർ കുറച്ച് പച്ചക്കറികളും അരിയും വാങ്ങി. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ പൊന്നു നല്ല ഊഷ്മളമായ ഭക്ഷണമുണ്ടാക്കി. ജോസഫും പൊന്നുവും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അവർക്ക് പുതിയ വസ്ത്രങ്ങളോ വലിയ ആഘോഷങ്ങളോ ഒന്നുമുണ്ടായിരുന്നില്ല. പക്ഷേ അവരോടൊപ്പം ഈശോ ഉണ്ടെന്നുള്ള വിശ്വാസം അവരെ സന്തോഷിപ്പിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവർ രണ്ടുപേരും മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് ആ ചെറിയ വീടിനുള്ളിൽ ഒരു പ്രകാശം പരന്നു. ജോസഫും പൊന്നുവും അത്ഭുതത്തോടെ നോക്കി നിൽക്കെ ഒരു ദിവ്യരൂപം അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ജോസഫ്, പൊന്നു, നിങ്ങളുടെ വിശ്വാസം വലുതാണ്. ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ എനിക്കറിയാം. ഈശോ അവരുടെ തലയിൽ കൈവച്ചു അനുഗ്രഹിച്ചു. ജോസഫിന്റെയും പൊന്നുവിന്റെയും സങ്കടങ്ങളെല്ലാം മാറി. അവരിൽ പുതിയൊരു പ്രത്യാശയും ആശ്വാസവും നിറഞ്ഞു. ആ ഈസ്റ്റർ ദിനത്തിൽ ജോസഫും പൊന്നുവും അനുഭവിച്ച സന്തോഷം മറ്റാരും അനുഭവിച്ചിട്ടുണ്ടാവില്ല. പുതിയ വസ്ത്രങ്ങളോ വലിയ ആഘോഷങ്ങളോ ഒന്നുമില്ലായിരുന്നെങ്കിലും ഉയർത്തെഴുന്നേറ്റവനായ ഈശോയുടെ സാന്നിധ്യം ആ കൊച്ചു കുടിലിനെ സ്വർഗമാക്കി മാറ്റി.